Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. It's a great honor and a privilege to be with you once again. ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഏറ്റവും വലിയ പദവിയായി ഞാൻ കാണുന്നു. I count it as a joy. ഇത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന സമയമാണ്. It's a great honor to be called as your brother and your and a family member. നിങ്ങളുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ, നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ വിളിക്കപ്പെടുന്നത് വലിയൊരു പദവിയായി ഞാൻ കാണുന്നു. This is family of Jesus. ഇത് ഒരു കുടുംബമാണ്, യേശു കർത്താവിന്റെ കുടുംബം. We are purchased by the same blood, the blood of Jesus Christ. ഒരേ രക്തത്തിന്റെ, യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. What a great honor for us to be known as brothers and sisters in Jesus Christ. യേശു കർത്താവിൽ നാം എല്ലാവരും സഹോദരന്മാരായി അറിയപ്പെടുന്ന എത്ര സൗഭാഗ്യമാണ്. We may have never met. ഒരുപക്ഷെ നാം ഇതുവരെയും കണ്ടുമുട്ടിയിട്ടില്ല. We may speak different languages. നാം വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചേക്കാം. We may be having different cultures. നമുക്ക് പല സംസ്കാരങ്ങളായിരിക്കാം. We may be having different skin colors. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ത്വക്കിന് പല നിറമായിരിക്കാം. But still we are one because of Jesus Christ. നാം യേശു കർത്താവ് നിമിത്തം നാം ഒന്നായിരിക്കുന്നു. Isn't that wonderful thing? അതൊരു അത്ഭുതകരമായ കാര്യമല്ലേ? So welcome to Jesus family. അതുകൊണ്ട് ഈ ജീസസ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We love you. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. Indian Evangelical Team loves you. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം നിങ്ങളെ സ്നേഹിക്കുന്നു. And we pray for you each day. ഓരോ ദിവസവും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. Our office prays for you. ഞങ്ങളുടെ ഓഫീസ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. We have 5 prayer groups across the nation. രാജ്യത്തുടനീളം ഞങ്ങൾക്ക് 5 പ്രാർത്ഥനാ സംഘങ്ങൾ. Where sisters sit together and pray. അവിടെ സഹോദരിമാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. And if you have any challenges, any prayer requests, do not hesitate to write to us or call us on these numbers. We assure you of our prayers. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാനായിട്ട് മറക്കരുത്. Last week I had an amazing testimony about how God answers prayers. കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് തെളിവായിട്ട് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അനുഭവം ഉണ്ടായി. One girl called me from Dubai. ഒരു പെൺകുട്ടി ദുബായിൽ നിന്ന് എന്നെ വിളിച്ചു. I know her since her childhood. അവളുടെ ചെറിയ പ്രായം മുതൽ എനിക്ക് അവളെ അറിയാം. And her father is a co-worker with me in Indian Evangelical Team. അവളുടെ പിതാവ് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഒരു പ്രവർത്തകനാണ്. And so when I was in Dubai, she came with a prayer request stating that she's losing her medical practicing license is expiring very soon. ഞാൻ ദുബായിലായിരിക്കുന്ന സമയത്ത് അവളുടെ മെഡിക്കൽ പ്രാക്ടീസ് ലൈസൻസ് വേഗത്തിൽ കാലാവധി തീരും എന്ന് അവള് എന്നെ And it's very expensive and very hard to renew this license. ഈ ലൈസൻസ് റിന്യൂ പുതുക്കുന്നത് വളരെ ചിലവേറിയതും വളരെ പ്രയാസകരവുമാണ്. So she was even thinking of coming back to India. അവൾ അതുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു. But we prayed together. എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. And the Holy Spirit said to this girl, പരിശുദ്ധാത്മാവ് അവളോട് ഇങ്ങനെ പറഞ്ഞു, before March and you will have a breakthrough and God will keep you in this nation as a doctor. ഈ മാർച്ച് മാസത്തിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുകയും നീ ഇവിടെ തന്നെ ഈ രാജ്യത്ത് തന്നെ ഒരു ഡോക്ടറായി തുടരുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. Few weeks back I received a call from her. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് അവളിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. And she said God fulfilled the promises. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ God നിറവേറ്റി. answered my prayer. ദൈവം എന്റെ പ്രാർത്ഥനകൾക്ക് On the very last day a miracle happened and my license was renewed even without spending a penny. ഒരു പൈസ പോലും ചെലവാക്കാതെ അവസാന ദിവസമായപ്പോൾ ദൈവം തന്റെ അത്ഭുതം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. What am I trying to tell you here? ഞാൻ ഇവിടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? Our God is a faithful God. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. When we pray, He answers our prayers. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകുന്നു. So if you have any prayer request, please do write to us. We will pray for you. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങളെ അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക്. And as a leader of Indian Evangelical Team, I want to thank you for your prayers and supports and generosity. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സഹകരണത്തിന്, നിങ്ങളുടെ സഹായത്തിന് ഞാൻ നന്ദി പറയുന്നു. We thank you for helping us to bring smiles on the faces of thousands of people. ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. Today I want to share something that God has put in my heart. ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Our God is a God who makes impossible possible.
അതെ, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന There ദൈവമാണ്. is nothing impossible with him. അതെ, ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. And the Bible says, if you will believe, you shall see the miracle of God. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം കാണും. There is nothing that cannot be accomplished in the name of Jesus Christ. യേശു കർത്താവിന്റെ നാമത്തിൽ സാധിക്കാത്തതായിട്ട് പൂർത്തിയാകാത്തതായിട്ട് ഒന്നുമില്ല. I see miracles every day. എല്ലാ ദിവസവും ഞാൻ അത്ഭുതങ്ങൾ കാണും. I believe in miracles and wonders and signs. ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിക്കുന്നു. Even last week, I was in a North Indian village. ഞാൻ കഴിഞ്ഞ ആഴ്ച വടക്കേ ഇന്ത്യയിലെ ഒരു One ഗ്രാമത്തിലായിരുന്നു. brother came to me and said like this. ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, Last time when you came here, you prayed for me and I was having problems in my appendix. കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് അപ്പൻഡിക്സിന്റെ അസുഖമായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. The doctors had suggested surgery and they said no way other than surgery can heal you. ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ശസ്ത്രക്രിയ അല്ലാതെ സർജറി അല്ലാതെ മറ്റൊരു മാർഗം ഇല്ല And എന്ന്. he wanted me to pray and we prayed together. എന്നാൽ അവൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. When I met him last week, കഴിഞ്ഞ ആഴ്ച ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ he said, Pastor, you prayed and God worked and I did not need a surgery. I was totally healed. പാസ്റ്റർ, അങ്ങ് പ്രാർത്ഥിച്ചു, ദൈവം പ്രവർത്തിച്ചു, എനിക്ക് ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലാതെ തന്നെ എൻ്റെ And അസുഖം today I'm working in the police department and I'm as healthy as anybody else. ഇന്ന് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ഞാൻ മറ്റാരെയും പോലെ ആരോഗ്യവാനാണ്. I want you to be encouraged by this story. ഈ സംഭവത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Our God is a God who's a faithful God. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. And so turn with me to the book of Ezekiel chapter 37 verse 1. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. I just want to go to that first line of that chapter. ആ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ It says, the hand of the Lord was upon me. എന്റെ മേൽ ദൈവത്തിന്റെ കരം വന്നു. In one translation says, the favor of God was upon me. ഒരു വിവർത്തനത്തിൽ പറയുന്നത് കർത്താവിന്റെ കൈ എന്റെ മേൽ ഉണ്ടായിരുന്നു എന്നാണ്. It's both the same thing. രണ്ടും ഒന്ന് തന്നെയാണ്. Ezekiel starts this chapter with a beautiful sentence saying, the hand of the Lord was upon me. എഹെസ്കേൽ പ്രവാചകൻ ഈ പുസ്തകം ആരംഭിക്കുന്നത് കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു എന്ന് It's not പറഞ്ഞു. talking about his abilities, his qualities. അവൻ പറയുന്നത് തന്റെ കഴിവുകളെ കുറിച്ചോ ഗുണങ്ങളെ കുറിച്ചോ ഒന്നുമല്ല. He's not talking about the prophecies he has made. അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളെ കുറിച്ചല്ല. He's not talking about the visions that he has seen. അദ്ദേഹം കണ്ട ദർശനങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. He's not talking about his intimacy with God and how close he is to God. ദൈവവുമായിട്ട് തനിക്കുള്ള അടുപ്പത്തെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. He's not boasting anything about himself here. അവനോട് കുറിച്ച് തന്നെ കുറിച്ച് ഒന്നും പറയുന്നില്ല. Even before he starts narrating this incredible incident, he's saying, the hand of the Lord was upon me. ഈ അവിശ്വസനീയമായ കാര്യം പറയുന്നതിന് മുന്നമേ അവൻ അവിടെ പറയുന്നത് കർത്താവിന്റെ കൈ എൻ്റെ മേൽ വന്നു എന്ന് മാത്രമാണ്. Even before he starts explaining that vision, he is talking about the hand of God. താൻ കണ്ട ആ ദർശനത്തെ കുറിച്ച് വിവരിക്കുന്നതിന് മുന്നമേ അവൻ പറയുന്നത് ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നു എന്നാണ്. So what is he saying? Only if the hand of the Lord is upon me, I can do impossible possible. അപ്പോൾ അവൻ എന്താണ് പറയുന്നത്? കർത്താവിന്റെ കൈ എൻ്റെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുവാൻ കഴിയൂ. Ezekiel is saying, I'm 100% dependent on the hand of God. എഹെസ്കേൽ പറയുന്നത് ഞാൻ 100% ദൈവത്തിന്റെ കയ്യിൽ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. I cannot do anything without my God. എന്റെ ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. My voice has no power till I have the hand of God. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ ഇല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിന് ശക്തിയില്ല. But when the hand of God comes, my voice becomes the voice of God. എന്നാൽ ദൈവത്തിന്റെ കൈ എൻ്റെ മേൽ വരുമ്പോൾ എൻ്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി മാറുന്നു. You know, we read in the New Testament in the book of Ephesians that Paul says, I can do everything through Christ who strengthens me. എഫെസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. In the New Testament, Paul says to the people of Philippians that I can do everything through Christ who strengthens me. ഫിലിപ്പിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും What is മതിയാകുന്നു. Paul trying to say here? ഇവിടെ പൗലോസ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? In 4:13 he says, I can do everything but only through Christ. ഫിലിപ്പിയർ 4:13 പറയുന്നു, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, പക്ഷെ എന്നാൽ ക്രിസ്തുവിലൂടെ മാത്രം.
Who is Paul? ആരാണ് പൗലോസ്? One of the greatest apostle the world has ever seen. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ അപ്പോസ്തലന്മാരിൽ ഒരാൾ. He has written almost all the epistles in the New Testament. പുതിയ നിയമത്തിലെ മിക്കവാറും എല്ലാ ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. He has written 14 of the epistles in the New Testament. പുതിയ നിയമത്തിലെ ഏതാണ്ട് 14 ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയതാണ്. He is the one who has raised dead people from death. മരിച്ചവരെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്. He has suffered much for Jesus. യേശു കർത്താവിന് വേണ്ടി വളരെയധികം ത്യാഗം He സഹിച്ചിട്ടുണ്ട്. has stood in front of the kings and authorities and spoke with boldness. രാജാക്കന്മാരുടെയും അധികാരികളുടെയും മുമ്പിൽ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. But in midst of all these things, what is Paul saying? My testimony is that I can do everything. I can stand in front of the kings, I can stand in front of the authorities, I can raise dead people, but it is not me, but it is through Christ who gives me that എന്നാൽ strength. ഇതിനെല്ലാം നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും, രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും, ഏത് അത്ഭുതവും ചെയ്യാൻ കഴിയും, എന്നാൽ കർത്താവ് എന്നിൽ പ്രവർത്തിച്ചാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ കഴിയൂ. So what is Paul saying here? അതുകൊണ്ട് പൗലോസ് എന്താണ് ഇവിടെ I'm പറയുന്നത്? an ordinary man, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, but with the strength of Christ, I become extraordinary. എന്നാൽ ക്രിസ്തുവിന്റെ ശക്തിയാൽ ഞാൻ അസാധാരണ വ്യക്തിയാകുന്നു. My brothers and sisters, എന്റെ സഹോദരി സഹോദരന്മാരെ, when the hand of God is upon you, ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരുമ്പോൾ impossible will become possible in the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി തീരും. God will do amazing things in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. But you need to have the hand of God upon you. എന്നാൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരമുണ്ടായിരിക്കും. What is Ezekiel saying here? യെഹെസ്കേൽ ഇവിടെ എന്താണ് പറയുന്നത്? He's saying, I see the hand of God upon me. ഞാൻ എൻ്റെ മേൽ ദൈവത്തിന്റെ കരം കാണുന്നു. The hand of God. ദൈവത്തിന്റെ കരം. In Isaiah chapter 59 verse 1 we read like this. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, The hand of the Lord has not gone short. കർത്താവിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. Yes, my brothers and sisters, the hand of God has never gone എന്റെ short. സഹോദരി സഹോദരന്മാരെ, ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന്റെ കരം What is കുറുകിയിട്ടില്ല. impossible in front of you right now? നിങ്ങളുടെ മുൻപിൽ അസാധ്യമായത് എന്താണ്? Are you seeing challenges in front of you? ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളികൾ നിങ്ങൾ കാണുന്നുണ്ട്. Are you facing worries and anxieties and fear in your life? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആശങ്കകളും ഉത്കണ്ഠകളും ഭയവും നിങ്ങൾ നേരിടുന്നുണ്ടോ? All you need is the hand of the living God. എന്നാൽ നിങ്ങൾക്ക് ആകെ വേണ്ടത് ജീവനുള്ള ദൈവത്തിന്റെ കരം When മാത്രമാണ്. Moses was talking to God മോസസ് in the book of Numbers, സംഖ്യാപുസ്തകത്തിൽ മോശ ദൈവത്തോട് സംസാരിച്ചു. Moses was having his own doubts and confusions. മോശയ്ക്ക് തന്റേതായ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. God, can you really feed these many people? ദൈവമേ, ഇത്രയും ആളുകൾക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? This is impossible, God. ഇത് അസാധ്യമാണ് ദൈവമേ. I don't think you can do it. ദൈവമേ, ഇത് നിങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ This is കരുതുന്നു. too big. ഇത് വളരെ വലിയ കാര്യമാണ്. This number is far too big. ഇത് വലിയ ഒരു സംഖ്യയുണ്ട്. You cannot do ഇത് it. ചെയ്യാനായിട്ട് അങ്ങക്ക് കഴിയില്ല. It is hard for Moses to comprehend with his intellectual power that God can feed these many people with meat. മോശയ്ക്ക് ഈ ആളുകളെ മുഴുവനും ദൈവം തന്റെ ആഹാരം കൊണ്ട് പോറ്റുമെന്ന് വിശ്വസിക്കുവാൻ തന്നെ തന്റെ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമായി. Let us come to that passage. നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. Let's turn our Bibles to the book of Numbers chapter 11. സംഖ്യാപുസ്തകം 11 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's come to verse 21. 21 വാക്യം നമുക്കൊന്ന് വായിക്കാം. Moses said to God like മോശ this, ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, The people among whom I am are 600,000 on foot, yet you have said that I will give them meat? എന്നോട് കൂടെയുള്ള ജനം 6,00,000 കാലാളുണ്ട്, ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. God, are you really serious? ദൈവമേ, നീ സീരിയസ് ആയിട്ട് പറഞ്ഞു? Are you saying, did I hear it right, that you are going to give meat to all these people who are walking with me? എൻ്റെ കൂടെ നടക്കുന്ന ഈ ആളുകൾക്കെല്ലാം അവിടുന്ന് മാംസം കൊടുക്കുവാൻ പോകുകയാണോ നീ യഥാർത്ഥമായിട്ടും? Some scholars say that the total number of people who are being led by Moses was more than 4 or 5 million, with elders and young and children all together. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് മോശയോടൊപ്പം നടന്ന ആളുകളുടെ എണ്ണം 4-5 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. God, can you really provide meat for all these people? ദൈവമേ, ഈ ആളുകൾക്കെല്ലാം അവിടുന്ന് ഈ ആഹാരം നൽകുവാനായിട്ട് മാംസം നൽകാൻ One കഴിയും? whole month? അതും ഒരു മാസം മുഴുവൻ മാംസം നൽകാൻ കഴിയുമോ? Let's read that again. നമുക്കത് വീണ്ടും ഒന്ന് വായിക്കാം. But Moses said to God, മോശ ദൈവത്തോട് പറഞ്ഞു,
The people among whom I am are 600,000 on foot, yet you have said, I will give them meat so that they may eat for a whole month. എന്നോട് കൂടെയുള്ള ജനം 6,00,000 കാലാൾ ഉണ്ട്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. Now see something very interesting here. ഇവിടെ രസകരമായ ഒരു കാര്യം നമുക്കൊന്ന് കാണാം. I see the innocence of Moses here. ഇവിടെ മോശയുടെ ആ നിഷ്കളങ്കത്വം ഞാൻ കാണുകയാണ്. In verse 22, അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാം. he's saying to God, ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, should flocks and herds be slaughtered for them? അവർക്ക് മതിയാകുമെന്ന ആടുകളെയും അറുക്കുമോ? And will that be sufficient for them? അവർക്കത് മതിയാകുമോ? You know, Moses was becoming crazy. അവിടെ വെച്ച് മോശ ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുകയാണ്. God, how is this possible? ദൈവം ഇത് എങ്ങനെ സാധ്യമാണ്? God, you calculated it wrong, God. ഒരുപക്ഷെ നീ ഇത് അവിടുന്ന് തെറ്റായി കണക്കാക്കുകയാണോ? It's not going to work out. ഇത് നടക്കാനായിട്ട് പോകുന്നില്ല. And then what he says? പിന്നെ അവൻ എന്താണ് പറയുന്നത്? Or should all the fish of the sea be gathered together for them to be sufficient for them? അവർക്ക് മതിയാകുമെന്ന സമുദ്രത്തിലെ മത്സ്യത്തെ ഒക്കെയും അവർക്ക് വേണ്ടി പിടിച്ചുകൂട്ടുമോ? Moses has just gone crazy. മോശ ഇപ്പോൾ ഒരു ഭ്രാന്തനെ പോലെയാ എന്ന് പറയാം. But then God says, എന്നാൽ ദൈവം പറയുന്നു, in his sovereignty, തൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട്, in his omnipotent power, തൻ്റെ സർവാധികാരത്തിൽ കീഴിൽ, the Lord said to Moses, ദൈവം മോശയോട് പറയുന്നു. verse 23, 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, is the Lord's power limited? കർത്താവിൻ്റെ ശക്തി പരിമിതമാണോ? Now you shall see whether my word will come true for you or not. എൻ്റെ വാക്ക് നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. God is answering Moses here. ദൈവയുടെ മോശയ്ക്ക് ഉത്തരം നൽകുന്നു. How many times we have asked God, God, is it possible? എത്ര തവണ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ഇത് സാധ്യമാണോ എന്ന്? The hand of God has never gone short. ദൈവത്തിൻ്റെ കൈ ഒരിക്കലും കുറുകിയിട്ടില്ല. It can never be short for you. ദൈവത്തിൻ്റെ കൈ ഒരിക്കലും കുറുകിപ്പോകുവാനിടയില്ല. Isaiah chapter 59 verse 1 we read like this. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, Behold, the Lord's hand is not so short that it cannot save, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല, nor his ear so dull that it cannot hear. കേൾപ്പാൻ കഴിയാത്ത വിധം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. Everything is possible. എല്ലാം സാധ്യമാണ്. You might be questioning God like Moses. God, can my cancer be healed? മോശയെ പോലെ നിങ്ങളും ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ടാകാം, ദൈവമേ എൻ്റെ ക്യാൻസർ ഭേദമാകുമോ? God, can my daughter be married? ദൈവമേ എൻ്റെ മകളുടെ വിവാഹം നടക്കുമോ? God, would I get a good job or will my business flourish? ദൈവമേ എനിക്ക് ഒരു നല്ല ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുമോ? Can I ever have a house? എനിക്ക് എന്തെങ്കിലും ഒരു വീട് ലഭിക്കുമോ? You might be having questions and in your comprehension that might look very impossible. അതെ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാം, അതേപോലെ നിങ്ങളുടെ ചിന്തയിൽ അത് അസാധ്യമാണെന്നും തോന്നിയേക്കാം. But I want to encourage you today. പക്ഷേ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ The hand പ്രോത്സാഹിപ്പിക്കാനാണ്. of God is upon you. ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ You will see miracles like Ezekiel. എസെക്കിയേലിനെ പോലെ നിങ്ങൾ അത്ഭുതങ്ങൾ You കാണുവാനിടയാകും. will see miracles like Moses saw. മോശ കണ്ടതുപോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാനിടയാകും. What happened when the hand of God came upon Ezekiel? ദൈവത്തിൻ്റെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നപ്പോൾ എന്തു സംഭവിച്ചു? He went to the valley of the very dry bones. അവൻ വളരെ ഉണങ്ങിയ അസ്ഥികളുടെ There was താഴ്വരയിലേക്ക് no life there. അവിടെ ജീവൻ ഉണ്ടായിരുന്നില്ല, There was no joy there. അവിടെ സന്തോഷം ഉണ്ടായിരുന്നില്ല, There was no future there. അവിടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ Everything was so gloomy and dark അവിടെ there. എല്ലാം വളരെ ഇരുണ്ടതും വിജനവുമായിരുന്നു. But then God said to him, prophesy. എന്നാൽ പിന്നീട് ദൈവം അവനോട് പറയുന്നു, പ്രവചിക്കുക എന്ന്. And with the hand of God upon Ezekiel, he started prophesying. ദൈവത്തിന്റെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നപ്പോൾ അവൻ പ്രവചിക്കുവാൻ തുടങ്ങി. It would have never happened if the hand of God was not upon Ezekiel. ദൈവത്തിന്റെ കൈ യെഹെസ്കേലിന്റെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. But because the hand of God was upon this great man of God, എന്നാൽ ദൈവത്തിന്റെ കൈ ഈ ദൈവപുരുഷന്റെ മേൽ ഉണ്ടായിരുന്നതിനാൽ every word that came out from the mouth of Ezekiel, യെഹെസ്കേലിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കും it came to pass. അത് അങ്ങനെ തന്നെ It സംഭവിച്ചു. came to pass. അതങ്ങനെ തന്നെ സംഭവിച്ചു.
When he prophesied, the bones came അതെ, together. അവൻ പ്രവചിച്ചപ്പോൾ അസ്ഥികൾ ഒന്നിച്ചു ചേർന്നു. It came in order. അതെ, അത് ക്രമത്തിലായി തീർന്നു. When he prophesied, the flesh came on. അതെ, അവൻ പ്രവചിച്ചപ്പോൾ ആ ശരീരം രൂപപ്പെട്ടു വന്നു. When he prophesied, the skin came over. അതെ, അവിടുന്ന് അവൻ പ്രവചിച്ചപ്പോൾ അതിന്മേൽ ത്വക്ക് രൂപപ്പെട്ടു. When he prophesied, the breath of life came in. അവൻ പ്രവചിച്ചപ്പോൾ അതിന്മേൽ ജീവശ്വാസം വന്നു. The ugly became beautiful. അതെ, ആ വൃത്തിഹീനമായത് സുന്ദരമായി തീർന്നു. The lifeless became full of life. ജീവനില്ലാത്തവ ഇതാ ജീവൻ പ്രാപിച്ചു. The dead became an army. അതെ, മരിച്ചവർ ഒരു സൈന്യമായി തീർന്നു. How did this happen? ഇതെങ്ങനെ സംഭവിച്ചു? With the hand of God. ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു. I'm speaking to somebody here. അതെ, ഞാൻ ഇന്ന് ഇവിടെ ഒരാളോട് My സംസാരിക്കും. brother, my sister, എന്റെ സഹോദര, എന്റെ സഹോദരി, seek the hand of God. ദൈവത്തിന്റെ കൈ നിങ്ങളുടെ മേൽ Seek the വരാൻ hand of ചെയ്യരുത്. God. അതെ, ദൈവത്തിന്റെ കരം Pray അന്വേഷിക്കുക. that the hand of God be upon you. ദൈവത്തിന്റെ കൈ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. When the hand of God will be upon you, ദൈവത്തിന്റെ കൈ നിങ്ങളുടെ മേൽ വരുമ്പോൾ you will see impossible becoming possible. അസാധ്യമായത് സാധ്യമാകുന്ന നിങ്ങൾ കാണുവാനിടയാകും. You will see ugly turning into beauty. അതെ, വൃത്തിഹീനമായി തോന്നിയത് സൗന്ദര്യമായി മാറുന്ന നിങ്ങൾ കാണും. For who is your God? നിങ്ങളുടെ ദൈവം ആരാണ്? He's a God who brings beauty out of the അതെ, ashes. വെണ്ണീറിന് പകരം അലങ്കാരമാല അണിയിക്കുന്നവനാണ്. So hand of the Lord will make everything beautiful in your life. അതുകൊണ്ട് കർത്താവിന്റെ കൈ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മനോഹരമാക്കി തരും. When the hand of God will come upon you from weak, you will become strong. അതെ, ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ബലഹീനനാണെങ്കിൽ നിങ്ങൾ From ശക്തരായി. lifeless, you will become full of life. അതെ, നിങ്ങൾ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരാണ്. 1 John chapter 4 verse 4 says, greater is he that is in me than that is in the world. 1 യോഹന്നാൻ 4:4 പറയുന്നു, ലോകത്തിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ The വലിയവനാണ്. hand of the Lord. ദൈവത്തിന്റെ കരം. I want you to pray for the hand of the Lord to be upon you. അത് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. In 1 Chronicles chapter 4 verse 9 and 10 we read about a young boy. 1 ദിനവൃത്താന്ത പുസ്തകം 4:9-10 നാം ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. His name is Jabez. അവന്റെ പേരാണ് യാബേസ്. Rejected by everybody. എല്ലാവരാലും നിരസിക്കപ്പെട്ടവൻ. Did not have a destiny. അവന് യാതൊരു ലക്ഷ്യവും Nobody counted on him. ആരും അവനെ കൗണ്ട് ചെയ്തിരുന്നില്ല. Was known as a son of pain. വേദനയുടെ മകനാണെന്ന് അമ്മ പോലും വിളിക്കും. But then you know what he prayed? എന്നാൽ അവൻ എന്താണ് പ്രാർത്ഥിച്ചെന്നറിയാം? He did not pray, God give me wealth. സമ്പത്ത് നൽകണമേ എന്ന ദൈവത്തോട് അവൻ He did പ്രാർത്ഥിച്ചു. not say, God give me position. അവന് സ്ഥാനമാനങ്ങൾ വേണമെന്ന് അവൻ He did not ask പ്രാർത്ഥിച്ചു. for anything of this world. ഈ ലോകത്തിലെ ഒന്നും അവൻ ആവശ്യപ്പെട്ടില്ല. But what was the prayer of this young man? എന്നാൽ ഈ യൗവനക്കാരന്റെ പ്രാർത്ഥന എന്തായി? Oh God, let your hand be upon my life. ദൈവമേ, നിന്റെ കരം എന്റെ ജീവിതത്തിൽ വരണമേ. He knew that the hand of God is all powerful. ദൈവത്തിന്റെ കരം സർവശക്തമാണെന്ന് അവൻ അറിയാമായിരുന്നു. If he could do it for Moses, അത് മോശയ്ക്ക് വേണ്ടി ചെയ്തുവെങ്കിൽ, if he could do it for Joshua, യോശുവയ്ക്ക് വേണ്ടി ചെയ്തുവെങ്കിൽ, if he could do it for Nehemiah, നെഹമ്യാവിന് വേണ്ടി ചെയ്തുവെങ്കിൽ, if he could do for Abraham, അബ്രഹാമിന് വേണ്ടി അവൻ if ചെയ്തുവെങ്കിൽ, he could do it for Joseph, ജോസഫിന് വേണ്ടി അവിടുന്ന് ചെയ്തുവെങ്കിൽ, I know he can do it even for me. So Jabez is praying, oh God, let your hand be upon me. യാബേസ് പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ദൈവമേ, നിന്റെ കരം എന്റെ മേൽ വരണമേ. Look at the wisdom of this young man. ഈ യവനക്കാരന്റെ ബുദ്ധി ഒന്ന് നോക്കൂ. He's not asking for anything of this world. അവൻ ഈ ലോകത്തിലെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. He's asking for the hand of God. അവൻ ദൈവത്തിന്റെ കരം മാത്രം ആവശ്യപ്പെടുന്നു. Because he knew that if the hand of God is upon me, everything else will follow me. അവനൊരു കാര്യം അറിയാം, ദൈവത്തിന്റെ കരം എന്റെ മേലുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ളതെല്ലാം എന്നെ And my പിന്തുടരും. Bible says like this. എന്റെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, God heard his prayer. ദൈവം അവന്റെ പ്രാർത്ഥന And കേട്ടു. God made him more honorable than his brothers. അവന്റെ സഹോദരന്മാരെക്കാൾ അവൻ മാന്യനായി തീർന്നു. God expanded his territories. അവന്റെ അതിരുകളെ ദൈവം When വിശാലമാക്കി. he prayed for the hand of God, ദൈവത്തിന്റെ കൈക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചപ്പോൾ God made him more honorable than anybody else. ദൈവം അവനെ മറ്റാരേക്കാളും മാന്യനാക്കി തീർത്തു. God enlarged his territories. ദൈവം അവന്റെ അതിരുകളെ Do വിശാലമാക്കി. you want honor in your life? നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനം വേണമോ? You might be living a shameful and a neglected and a rejected life today. ഒരുപക്ഷെ നിങ്ങൾ അപമാനകരവും അവഗണിക്കപ്പെട്ടതും തിരസ്കരിക്കപ്പെട്ടതുമായ ഒരു ജീവിതം നയിക്കുന്ന Don't വ്യക്തിയാണ്. worry, here is the good news. വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതാ ഒരു സന്തോഷ വാർത്ത. The hand of God is what you need in your life. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് ദൈവത്തിന്റെ കരമാണ്.
Everything in this world is limited. ഈ ലോകത്തിലെ ഉള്ളതെല്ലാം Your പരിമിതമാണ്. intelligence, your strength, your money, everything is limited. But God Himself is saying that my hand is ഈ unlimited. ലോകത്തിലുള്ളതെല്ലാം ബുദ്ധി, ശക്തി, ജ്ഞാനം എല്ലാം പരിമിതമാണ്. എന്നാൽ ദൈവത്തിന്റെ കയ്യിലുള്ളത് അപരിമേയമാണ്. All you need is the hand of God. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ കരം മാത്രമാണ്. When the hand of God will come, you will become more honorable than anybody else. ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ മറ്റാരേക്കാളും മാന്യനായിത്തീരും. Are you looking for a breakthrough in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വിടുതൽ ആഗ്രഹിക്കുന്നു. Are you looking for an expansion? നിങ്ങളൊരു ജീവിതത്തിൽ വിശാലത Are you ആഗ്രഹിക്കുന്നു. looking for expansion in your business? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളൊരു വിശാലത അന്വേഷിക്കുന്നു. In your finance? നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളൊരു വിശാലത അന്വേഷിക്കുന്നു. In your career? നിങ്ങളുടെ ജോലിയിൽ നിങ്ങളൊരു വിശാലത അന്വേഷിക്കുന്നു. In your future? നിങ്ങളൊരു ഭാവിയെ In your കുറിച്ച് ministry? നിങ്ങളുടെ ശുശ്രൂഷയിൽ I don't know where you are looking for enlargement, but I have the answer. The answer lies in the hand of God that is upon you. അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങളൊരു വിശാലത ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. എന്നാൽ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് സംഭവിക്കും. You can do everything through Christ who strengthens you. അത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് സകലവും ചെയ്യുവാൻ കഴിയും. Ezekiel said, when the hand of the Lord came upon me, യെഹെസ്കേൽ പറയുന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നപ്പോൾ I did the impossible possible. അസാധ്യമായത് സാധ്യമായി. I got the scattered bones together. ചിതറിക്കിടന്ന അസ്ഥികൾ എല്ലാം ഒരുമിച്ച് ചേർന്നു. I saw the army rising up. അതേ, ഒരു സൈന്യം ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. Do you want to see something like that in your life? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഇത് കാണണമെന്ന് From ആഗ്രഹിക്കുന്നു. today. ഇന്നു മുതൽ From today. ഇന്നു മുതൽ No, from right now. ഇപ്പോൾ മുതൽ Pray for the hand of God. ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനായി പ്രാർത്ഥിക്കുക. Hand of God will be upon you. You will see victory you will move from victory to victory. ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറുവാനിടയാണ്. 1,000 will fall on one side, 10,000 on the right side, but yet no harm will come into your life because the hand of God is upon you. ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തെ തൊടുകയില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ No കരമുണ്ട്. weapon of the enemy shall be prosperous against you when you have the hand of God upon you. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഉള്ളപ്പോൾ ശത്രുവിന്റെ ഒരു ആയുധവും നിങ്ങൾക്കെതിരെ ഫലിക്കുകയില്ല. Even if you walk through the valley of shadow of death, it will not be able to touch you because the hand of God is upon you. കൂരിൽ താഴ്വരയിൽ കൂടി നിങ്ങൾ നടന്നാലും അത് നിങ്ങളെ തൊടുകയില്ല. I'm going to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ Do you പോകുകയാണ്. want the hand of God upon നിങ്ങൾക്ക് ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ? you? Pray with me. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. Pray with me. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. Dear God, എൻ്റെ പ്രിയ ദൈവമേ, I need you. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. Your hand that works wonder, let it be upon my life. അത്ഭുതം പ്രവർത്തിക്കുന്ന നിന്റെ കരം അതെന്റെ ജീവിതത്തിൽ വെക്കണമേ. Your hand that protects and leads and enlarges, let it be upon me. എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും എന്നെ നന്മയിലേക്ക് നടത്തുകയും ചെയ്യുന്ന നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. God of Ezekiel, God of Jabez, you are my God too. യെഹെസ്കേലിന്റെ ദൈവമേ, യാബേസിന്റെ ദൈവമേ, അവിടുന്ന് എൻ്റെയും ദൈവമാണ്. Bless me, Lord. എന്നെ അനുഗ്രഹിക്കണമേ. In Jesus' name, യേശുവിൻ നാമത്തിൽ amen. ആമേൻ. Father God, I pray for my brothers and sisters. സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാം. As they have prayed this prayer, let your hand bring great breakthroughs in their life. ഈ പ്രാർത്ഥന എന്നോടൊപ്പം ചൊല്ലിയതുപോലെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ, ജീവിത വിജയങ്ങൾ പ്രാപിക്കുവാനിടയാകട്ടെ. Let them prophesy and see miracles. അവർ പ്രവചിക്കുകയും അവർ അത്ഭുതങ്ങൾ കാണുകയും ചെയ്യട്ടെ. In Jesus' name, യേശുവിന്റെ നാമത്തിൽ amen and amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി Once again, അനുഗ്രഹിക്കും. thank you for standing with us. ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.